നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 5 മിനിറ്റ് മതിയാകും. എന്നാൽ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ പനീർ മഞ്ചൂരിയൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെക്കുക. നന്നായി ചൂടായ ശേഷം അതിനകത്ത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കുക. രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 100 ഗ്രാം പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി കലക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതൊരു 2 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് നന്നായി ആ പനീർ കഷ്ണം ഒന്ന് വേവിച്ചെടുക്കുക. ഇതിനകത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം, എൻ്റെ കയ്യിൽ പച്ചയും ചുമപ്പും മഞ്ഞയും ഉണ്ടായിരുന്നു. ഞാനത് 3 ചെറുതായി അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്തു. ഇനി നല്ല ചൂടോടെ അടുക്കി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കുക. അതായത് ഉള്ളിയില കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഒരൽപ്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പനീർ മഞ്ചൂരിയൻ തയ്യാറായി കഴിഞ്ഞ് വളരെ എളുപ്പമാണ്. 5 മിനിറ്റ് കഷ്ടി എടുക്കുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുതേ. ഇഷ്ടമാവാന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.